ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് മിക്സ് പക്കോടയുടെ റെസിപ്പിയാണ്. മിക്സ് പക്കോടയും അതുപോലെ തന്നെ കുറച്ച് ഭജിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കടലമാവ് ഒരു ബോളിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. ഒരു 1.25 കപ്പോളം 1.25 കപ്പ് മിച്ചമുണ്ട്. ഇത് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ക്യാരം സീഡ്സ് ആണ്, അല്ലെങ്കിൽ അജ്വൈനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അജ്വൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കൈകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ഇതുപോലൊരു ബാറ്റർ നമുക്ക് ആദ്യം ഇത് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലഫി ആയിട്ട് നമുക്ക് ബാറ്റർ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന പക്കോടയൊക്കെ ഇത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തൈര് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അതൊന്ന് ഉടച്ച് ശകലം വെള്ളമാക്കിയിട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ പരുവത്തിൽ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഇതാവും നമ്മളുടെ ബാറ്ററിന്. ഈ തിക്നെസ് മതിയാവും. ഇത് കൂടുതൽ വെള്ളം ഒത്തിരി നമ്മൾ കൂട്ടി ഒഴിക്കരുത്. നമ്മൾ കൂടെ ഒരു ശകലം എണ്ണ കൂടെ നമുക്ക് ചേർത്ത് വെജിറ്റബിൾ ഓയിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതായിരിക്കണം പരുവം, നമ്മുടെ ബാറ്ററിൻ്റെ പരുവം ഇതായിരിക്കണം. നമുക്കിതൊരു 15-20 അരമണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കണ്ട സ്പൂണിൻ്റെ പുറത്തുനിന്ന് ഉണ്ട് നമ്മൾ ബാറ്റർ ഒലിച്ച് പോകാതെ സ്പൂണിൻ്റെ പുറത്ത് അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ആ പരുവമാണ് ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഭജിയ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ആദ്യം കാണിക്കുന്നത്. കുറച്ച് പാലക്ക്, ഏകദേശം 1 കപ്പോളം പാലക്ക് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉള്ളി, 1 ഒനിയൻ സവോള ഉള്ളി, അത് നമ്മളിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇതുപോലെ നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ ജൂലിയൻ കട്ട് ചെയ്തത് കനം കുറച്ച് ജൂലിയൻ ആക്കിയിരിക്കുന്നതാണ്. അതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഞാനൊരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, മല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാരം സീഡ് നമുക്ക് ഇതിനകത്തേക്കും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ പ്രസ് ചെയ്ത് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ വെജിറ്റബിൾസിൽ നിന്നൊക്കെ, പാലക്കിനകത്തൊക്കെ വെള്ളമുള്ളതാണ്, ഉരുളക്കിഴങ്ങിൽ അതുപോലെ തന്നെ സവോളയ്ക്കകത്തൊക്കെ വെള്ളം നല്ലപോലെ ഇറങ്ങി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് നമുക്ക് ഇളക്കി കൊടുത്ത് നോക്കിയതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പരുവം നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇളക്കി വരുമ്പോൾ നമുക്കത് കയ്യിലൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പരുവമാകുമ്പോൾ അതിൻ്റെ കണക്കാകും. അത് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ പരുവം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നമുക്കറിയാം അത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുവരെ ഒന്ന് കടലമാവ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഞാൻ കാണിക്കുന്നില്ല, മുഴുവൻ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ല. കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ ഞാൻ ശകലം പനീറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഞാനിവിടെ മുളക് ബജ്ജിയുടെ കാണിക്കുന്നുണ്ട്. അതിനകത്തേക്ക് മുളക് ബജ്ജിയുടെ റെസിപ്പി ഞാനിവിടെ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഒന്ന് കാണുക. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മുളക് ബജ്ജി ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനിതിവിടെ റെസിപ്പിയോടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ പക്കോട ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ലൈസ് ആക്കിയത്, അതുപോലെ കുറച്ച്
അതുപോലെ എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഞ്ചാൾ അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒനിയൻ അത് റിങ്ങായിട്ട് സ്ലൈസായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിരിക്കുന്നത്. തിക്കായിട്ട് വേണം നമ്മൾ സവോള കട്ട് ചെയ്യാനായിട്ട്. കുറച്ച് പനീറും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ആദ്യം ഫ്രൈ ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഫ്രൈ ചെയ്യാം. ഞാനെല്ലാം അതിനകത്തേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ട് തന്നെ വേണം കിടക്കാനായിട്ട്. നമ്മൾ ബാറ്ററിനകത്ത് മുക്കി അതിനകത്തേക്ക് ഇടുമ്പോൾ എണ്ണ പെട്ടെന്ന് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നല്ല ചൂടിൽ തന്നെ വേണം എണ്ണ ഇരിക്കാണ്ട്. കണ്ടോ, ഇതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് ഫ്ലഫി ആയിട്ട് നമുക്കത് പക്കോട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉരുളക്കിഴങ്ങൊക്കെ അരിയുമ്പോൾ നല്ല സ്ലൈസായിട്ട് നല്ല കനം കുറച്ച് അരിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് കണ്ടോ, നല്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല കരുകരാന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീറും നമുക്കതുപോലെ തന്നെ എല്ലാം വേവിച്ചെടുക്കാം. അതിനുശേഷം അതിന് ഞാനിവിടെ സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സവോള ഇട്ട് കൊടുത്ത് നമ്മൾ ഒത്തിരി നേരം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്കത് കോരി മാറ്റണം. സവോള പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നത് ഫ്രൈ ആയിക്കോളും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് എന്തിൻ്റെ വേണമെങ്കിലും പക്കോട ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവറിൻ്റെ ഉണ്ടാക്കാം. അതുപോലെ ടൊമാറ്റോയുടെ ഉണ്ടാക്കാം പക്കോട. അതിൻ്റെ വെള്ളം ഒത്തിരി ഇല്ലാത്ത ടൊമാറ്റോ നോക്കിയെടുത്തിട്ട് വേണം പക്കോട എടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ പക്കോട നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. കാബേജിൻ്റെ ഉണ്ടാക്കാം, കോളിഫ്ലവറിൻ്റെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ നമ്മൾ എണ്ണ എപ്പോഴും നമ്മളിതുപോലെ ഈ കടലമാവിൻ്റെ തുള്ളികളായിട്ട് വീഴുന്ന നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം. അല്ലെങ്കിൽ എണ്ണ ഒത്തിരി അഴുക്കായപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കത് ഒരു ചായ ഇരിക്കുന്ന അരിപ്പ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കണ്ണാപ്പ് വെച്ച് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാം. എണ്ണ ഇങ്ങനെ ഇതുപോലെ കോരി മാറ്റണം. അടുത്തത് ഞാൻ മുളകിട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാ പക്കോടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഇഫ്താർ പാർട്ടിക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങളുടെ പക്കോട ഉണ്ടാക്കി ഒരു പ്ലാറ്റർ തയ്യാറാക്കി വെച്ചിരുന്നാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ബജിയ നമ്മൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും ചൂടായി നല്ല ഹീറ്റ് തന്നെ ആയിരിക്കണം. എണ്ണയുടെ ചൂട് കുറയാൻ പാടില്ല. നമുക്ക് അതും അതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പക്കോട പ്ലാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ബൈ.